തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ പദവിയിലേക്കുള്ള സംവരണമായി എന്നുള്ള ഒരു വാർത്ത ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. കൊച്ചി, തൃശൂർ, കണ്ണൂർ കോർപ്പറേഷനുകളിൽ സ്ത്രീ സംവരണമാണ്. ജില്ലാ പഞ്ചായത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് പട്ടികജാതി ഉൾപ്പെടെ 8 സ്ത്രീ സംവരണമാണ്. പട്ടികജാതി, പട്ടികവർഗം ഉൾപ്പെടെ 44 മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും 417 എണ്ണം സ്ത്രീ സംവരണമാക്കി. തിരുവനന്തപുരത്ത് നിന്നും VP സഫാനുണ്ട്. സഫാൻ, ഈ സംവരണവുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ ഒന്ന് പറയാമോ? അജി കുഞ്ഞുമോൻ, കോർപ്പറേഷനുകളുടെ സംവരണ സ്ഥാനത്ത് വലിയ മാറ്റങ്ങൾ പ്രതീക്ഷ പോലെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന ജനറൽ വിഭാഗം സ്ത്രീ സംവരണമായി മാറിയിരിക്കുകയാണ്. കൊച്ചി, തൃശൂർ, കണ്ണൂർ കോർപ്പറേഷനുകളാണ് സ്ത്രീ സംവരണമായിട്ട് മാറിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്കാണ് വലിയ മാറ്റം വന്നിട്ടുള്ളത്. 8 സ്ത്രീ സംവരണമാണ്. അതിൽ എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ പട്ടികജാതി സ്ത്രീ സംവരണമാണുള്ളത്. 87 മുനിസിപ്പാലിറ്റികളിൽ പട്ടികജാതി, പട്ടികവർഗം ഉൾപ്പെടെ 44 സ്ത്രീ സംവരണമുണ്ട്. പഞ്ചായത്തിൽ പുതിയ ഡീലിമിറ്റേഷൻ പ്രകാരം 946 പഞ്ചായത്തുകൾ ഉണ്ടായിരുന്നു. അതിൽ 417 സ്ത്രീ സംവരണമാണ് ഉള്ളത്. മലപ്പുറം, ആലപ്പുഴ, കണ്ണൂർ, കോട്ടയം ജില്ലകളാണ് ഈ സംവരണ ഇതര ജില്ലാ പഞ്ചായത്തുകളായിട്ടുള്ളത്. ഇതോടുകൂടി ഈ സംവരണ പ്രക്രിയ കൂടി പൂർത്തിയാക്കിയതോടുകൂടി തെരഞ്ഞെടുപ്പിന് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കേണ്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി. ഇനിയൊരു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പ്രതീക്ഷിച്ചാൽ മതി. എല്ലാ അർത്ഥത്തിലുള്ള നടപടിക്രമങ്ങളും പൂർത്തിയായി. ഇതോടുകൂടി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിരുന്നു. നേരത്തെ അന്തിമ പട്ടിക കഴിഞ്ഞ 25-ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഇന്നലെയും ഇന്നുമായി വീണ്ടും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള നടപടിക്രമങ്ങൾ കമ്മീഷൻ ആരംഭിച്ചിരുന്നു. അതിനുള്ള സമയം പൂർത്തിയാക്കി. അതിനുശേഷമാണ് ഇപ്പോൾ അധ്യക്ഷ സ്ഥാനങ്ങളിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ സ്ഥാപനങ്ങളുടെ സംവരണത്തിന്റെ കാര്യം കൂടി, അതിന്റെ ലിസ്റ്റ് കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇതോടുകൂടി തെരഞ്ഞെടുപ്പിന് മുമ്പ് കമ്മീഷൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും പൂർത്തിയായ സ്ഥിതിക്ക് ഇനി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമാണ് പ്രതീക്ഷിക്കുന്നത്. അജി കുഞ്ഞുമോൻ.